ഇത് വിഷയം CPM ഇതിൽ ഉചിതമായ നേതൃത്വം ഉചിതമായ നടപടി എടുത്തില്ലെന്ന് പറഞ്ഞതാരാ? കോൺഗ്രസോ BJP അല്ല. പറഞ്ഞത് CPMന്റെ മുൻ മന്ത്രിയായ സഹകരണ മന്ത്രിയായ G. സുധാകരനാണ്. സുധാകരൻ ഇപ്പോഴും പറയുന്നുണ്ട് കരുവന്നൂരിൽ എന്തോ സംഭവിച്ചു, അതുകൊണ്ട് ഇവർക്ക് ഒളിച്ചു വയ്ക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഇവരിപ്പോ പറയുന്നത് കരുവന്നൂരിൽ സംഭവിച്ചു. അതൊന്നും അല്ല കാര്യം. CPM നേതാക്കൾ അവിടെ ബാങ്ക് കൊള്ളയടിച്ചു എന്നുള്ളതാണ് സത്യം. അവിടുത്തെ നിക്ഷേപകരുടെ പണം കോൺഗ്രസ്സുകാരുടെയോ BJPക്കാരുടെയോ കൈകളിലേക്കല്ല പോയത്. അത് ഓരോരോ ബിനാമി അക്കൗണ്ടും അതും ഇതൊക്കെ വെച്ചുകൊണ്ട് CPMന്റെ പ്രാദേശിക നേതാക്കളുടെ കൈകളിലൂടെയാണ് പോയതെന്ന് വാർത്തകൾ നിരന്തരം വരുന്നു, ഇപ്പോഴും വരുന്നു. അത് മാത്രവുമല്ല, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അവസാനം പറഞ്ഞത് ഒരുപാട് അക്കൗണ്ടുകൾ CPM ജില്ലാ കമ്മിറ്റിക്ക് ബാങ്കിൽ ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഇതൊക്കെ വെച്ച് പറയുമ്പോൾ മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും അതും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സർക്കിൾ സഹകരണ യൂണിയന്റെ ഒരു സമ്മേളനത്തിലെങ്ങാണ്ട് എന്തുകൊണ്ട് മുഖ്യമന്ത്രി എന്നത് പറഞ്ഞത്. അതിൽ വലിയ അർത്ഥമൊന്നുമില്ല. കാരണം വെച്ചാൽ അഴിമതി നടന്നിട്ടില്ലെന്ന് പറഞ്ഞാല് തൃശ്ശൂരിലെ CPMന്റെ അഡ്രസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. പക്ഷെ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? ഇതിൽ പാർട്ടി ആണ് ഇതിലെ പ്രതിക്കൂട്ടില്. പാർട്ടി അറിഞ്ഞിട്ട് എന്തുകൊണ്ടും നടപടിയെടുത്തില്ല എന്നുള്ളതാണ് ഇതിന്റെ ആദ്യം മുതലെയുള്ള ചോദ്യം. പക്ഷേ മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞത് താങ്കൾ ശ്രദ്ധിച്ചു, അതായത് സർക്കാരും വകുപ്പും ഇക്കാര്യത്തിൽ കർശന നടപടിയിലേക്ക് കടക്കുകയായിരുന്നു. പക്ഷെ അതിനിടയിൽ ED വരുന്നു. ED വന്ന് പ്രധാന പ്രതികളെയെല്ലാം മാപ്പുസാക്ഷികളാക്കി മാറ്റി അതിനെ രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. അതായത് കുറ്റം അപ്പോൾ EDക്കാണ്. കേന്ദ്ര ഏജൻസി വന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിഷയം നടന്നത്. അല്ലെങ്കിൽ കൃത്യമായി നടപടി സർക്കാർ എടുത്തേനെ അല്ലെങ്കിൽ വകുപ്പ് എടുത്തേനെ എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വിശ്വസനീയമാണ്? മാത്രമല്ല, ഈ ഒരു ഘട്ടത്തിൽ അത്തരം ഒരു പ്രസ്താവന മുഖ്യമന്ത്രി നടത്തുമ്പോൾ അതിന്റെ ഒരു വ്യാപ്തിയും നമ്മൾ കാണേണ്ടതില്ലേ? അല്ല, ഇത് ജനങ്ങളുടെ മുമ്പില് ആ ഒരു കാര്യം ജനങ്ങൾ വിശ്വസിക്കുമോ? മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നുണ എന്ന് പറയുന്നത് രാഷ്ട്രീയ ആയുധമാക്കിയ ഒരു പാർട്ടിയാണ് CPM. അവരെന്തും വിളിച്ചു പറയും, അത് ജനങ്ങൾ വിശ്വസിക്കും എന്നാണ് അവരുടെ ധാരണ. ഇങ്ങനെ ഒരു ശുഭാപ്തി വിശ്വാസമുള്ള ഒരു പാർട്ടി വേറെ ഈ കേരളത്തിലില്ല. അവർക്ക് ഇഷ്ടമുള്ള വിളിച്ചു പറയും, അത് ജനങ്ങൾ വിശ്വസിച്ചോളണം, അല്ലെങ്കിൽ ഞങ്ങൾ പറയുന്നതാണ് ശരി. ഞാൻ ഒരു ഉദാഹരണം പറയട്ടെ. കഴിഞ്ഞ നവകേരള സദസ്സ് വന്നപ്പോ ഈ കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടുന്ന ഇരിങ്ങാലക്കുട ഭാഗത്തൂടെയൊക്കെയാണല്ലോ പോയത്. ഈ വിഷയം മുഖ്യമന്ത്രി ചർച്ച ചെയ്തില്ലല്ലോ, മന്ത്രിമാരും ചർച്ച ചെയ്തില്ലല്ലോ. ഇവര് പൗരപ്രമുഖരായിട്ടൊക്കെ കാണുകയും പിടിക്കുകയൊക്കെ ചെയ്തല്ലോ. കരുവന്നൂർ വിഷയത്തിൽ അവര് ഈ നവകേരള സദസ്സില് ജനങ്ങൾക്ക് വേണ്ടിയാണെന്നല്ലേ പറഞ്ഞത്. അപ്പൊ ജനങ്ങളുടെ നിക്ഷേപത്തെ, അതാണ് ഒരു മനുഷ്യന്റെ ജീവിത സമ്പാദ്യം മുഴുവൻ കൊണ്ട് ബാങ്കിലിടുക, എന്നിട്ട് ആ ബാങ്കിലിട്ട പണം ഒരു പാർട്ടി കൈക്കലാക്കുക, എന്നിട്ട് അതും ഇതും വിളിച്ചു പറയാം. ഇതാണ് നവകേരള സദസ്സിൽ കണ്ടത്. എന്നിട്ട് ഇത് മുഖ്യമന്ത്രിയുടെ ഈ ഒരു നുണ രാഷ്ട്രീയമായുധമാണെന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് അറിയുമോ? നവകേരള സദസ്സ് നടന്നപ്പോഴ് ഈ കല്യാശ്ശേരിയില് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ചെടിച്ചട്ടി കൊണ്ട് ആക്രമിച്ചിട്ട് മുഖ്യമന്ത്രി എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? രക്ഷാപ്രവർത്തനമാണെന്നല്ലേ. ഇത് ജനങ്ങൾ വിശ്വസിക്കുമെന്നങ്ങ് ചിന്തിക്കുകയാണ് അവര്. തല്ലിയില്ല എന്ന് പറഞ്ഞാൽ തല്ലിയില്ല, തല്ലിയാലും തല്ലിയില്ലെന്നങ്ങ് പറയും. അത് പാർട്ടിയുടെ ഒരു പുതിയ ലൈനാണ്. അതായത് ഏത് കാലത്ത് അവരെടുത്ത തീരുമാനമാണെന്ന് അറിയില്ല. ആ പാർട്ടിയിൽ ഒരുപാട് ദുഷിച്ച ആശയ പ്രവണതകൾ ഇപ്പം നിലനിൽക്കുകയാണ് ആശയപരമായിട്ട്. അതുകൊണ്ടാണ് G. സുധാകരനെ പോലുള്ളവരൊക്കെ പൊട്ടിത്തെറിക്കുന്നത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.